ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എന്ത് കേക്കാണെന്ന് ചോദിച്ചാൽ ബനാന കേക്കാണ്. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്നത് പോലെ തന്നെയുള്ളൂ, ബനാന ചേർക്കുന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ വീട്ടിലാണെങ്കിൽ ബനാനയൊക്കെ ഒത്തിരി അഴുക്കായ അത് വെളിയിൽ കളയുമല്ലേ ഉള്ളൂ. എന്നാൽ ഇതുപോലെ നല്ല ടേസ്റ്റായ ഒരു കേക്ക് നമുക്ക് ബനാന ഉപയോഗിച്ച് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയാൽ ഏതായാലും ഞാനത് എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് അരിപ്പ വെച്ചിട്ട് 1 കപ്പ് മൈദയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1 കപ്പ് മൈദ എടുത്തിട്ട് അതിനകത്തേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നല്ലതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് ഇളക്കി അരിച്ച് യോജിപ്പിച്ചെടുക്കുക. ഒരു പ്രാവശ്യം നല്ലതുപോലെ വിസ്ക് ഉപയോഗിച്ച് അരിച്ചെടുക്കുക. അതിനുശേഷം പിന്നീട് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കേക്ക് നല്ലവണ്ണം പൊന്തി വരുന്നതിന് വേണ്ടിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കുക. ഇപ്പോൾ ഞാനെല്ലാം ഇളക്കിയിട്ട് നമുക്ക് പൊടി മാറ്റി വെക്കാം. പിന്നെ എടുക്കേണ്ടത് ബനാനയാണ്. ഇത് ഇടത്തിൽ ഒരു വലിയൊരു കേക്ക് ബനാന കേട്ടോ. വലുതായതുകൊണ്ട് ഞാൻ 1 എടുത്തേക്കുന്നത്. ചെറുതാണെങ്കിൽ 2 എടുക്കാം. നമുക്കതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ മുറിച്ചെടുക്കുക. അപ്പോൾ മുറിച്ചപ്പം അതിനകത്ത് കണ്ടോ ഇതുപോലെ കറുത്ത അരികൾ ധാരാളം കാണും. അത് നമുക്ക് വേണ്ട കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ ഇത് കഴിച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്കെല്ലാം വയറിനകത്ത് പ്രശ്നം ഉണ്ടാകും. അവർക്ക് വയറിനകത്ത് വേദനയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മൾ ആ കറുത്ത അരി ഉണ്ടല്ലോ അതെടുത്ത് നമുക്ക് മാറ്റി വെച്ചേക്കാം. നമുക്കത് വേണ്ട, എടുത്ത് കളയാം. കണ്ടോ, ഞാൻ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു വലിയ സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഇങ്ങനെ ഞെക്കി ഉടച്ച് എടുക്കുക. നല്ലതുപോലെ ഇളക്കി എടുത്തിട്ട് ഞാൻ അതിനകത്തേക്ക് ചേർക്കുന്നത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അത് പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിലും ചേർക്കാം. പൊടിക്കാത്തതാകുമ്പം 1 കപ്പ് ചേർക്കണ്ട കേട്ടോ. 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ചേർത്താൽ മതി. ഇത് ഞാൻ പൊടിച്ചതായതുകൊണ്ട് 1 കപ്പ് ചേർത്തിരിക്കുന്നു. രണ്ടും കൂടെ ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. നല്ല പഴുത്തതായതുകൊണ്ട് പെട്ടെന്ന് നമുക്കിങ്ങനെ ഞെക്കി എടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിനകത്ത് വെള്ളമൊന്നും ചേർക്കാതെ ഇത് യോജിപ്പിച്ചെടുക്കണം. ഇതാ കണ്ടോ, യോജിപ്പിച്ചെടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതിനകത്ത് 2 മുട്ടയും കൂടെ ചേർത്തിട്ടുണ്ട്. 2 മുട്ട മതി. ഒരു ബീറ്റ് ഉപയോഗിച്ച് പയ്യെ ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് പതപ്പിച്ചെടുക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. വാനില എസൻസ് ചേർക്കുന്നത് ആ മുട്ടയുടെ ആ ഒരു സ്മെല്ല് ഉണ്ടെങ്കിൽ അതൊന്ന് മാറുന്നതിന് വേണ്ടിയാണ്. ബീറ്റർ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് അത് യോജിപ്പിക്കുക. പിന്നെ ഞാൻ അതിനകത്ത് ചേർക്കുന്നത് ഓയിൽ ചേർക്കുന്നുണ്ട്. ഞാൻ ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഞാൻ അതിനകത്തോട്ട് ചേർക്കുന്നു. എന്നിട്ട് ബീറ്റർ ഉപയോഗിച്ച് നല്ല ഹൈ സ്പീഡിൽ അത് ഇളക്കി നല്ലവണ്ണം യോജിപ്പിച്ച് നല്ല പതപ്പിച്ച് യോജിപ്പിച്ചെടുക്കുക. കണ്ടോ, നല്ലവണ്ണം ആയിരിക്കുകയാണ്. ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ മൈദയുടെ കൂട്ടുണ്ടല്ലോ അത് കുറേശ്ശെ ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡർ പോലെ യോജിപ്പിച്ചെടുക്കുക. ഒത്തിരി അത് ഇളക്കി കഴിഞ്ഞാൽ ആ മുട്ട അങ്ങ് പൊങ്ങി വന്നത് അതങ്ങ് അടിഞ്ഞ് താഴോട്ട് പോകും. അതുകൊണ്ട് ഒത്തിരി ഇളക്കി യോജിപ്പിക്കേണ്ട, കുറേശ്ശെ പതിയെ കട്ട് ആൻഡ് ഫോൾഡർ പോലെ യോജിപ്പിച്ച് ബാക്കി പൊടികളും കൂടെ മൊത്തം യോജിപ്പിച്ച് ഇളക്കുക. ഇതാ കണ്ടോ, ഇപ്പോൾ അത് യോജിപ്പിച്ചപ്പോൾ ബാറ്റർ ശകലം തിക്കായിട്ട് വന്നിരിക്കുകയാണ്. അതിനായിട്ട് ഞാൻ ചേർക്കുന്നത് 1/4 കപ്പ് പാല്, തിളപ്പിച്ച് ആറിച്ചെടുത്ത തണുത്ത പാലാണ്. അത് ഞാൻ 1/4 കപ്പ് അതിനകത്തോട്ട് ചേർക്കുന്നു. അപ്പോൾ കണ്ടോ, ശകലം ഒന്ന് അഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ബാക്കി പാലും കൂടെ ചേർത്ത് പാകത്തിന് നല്ല ലൂസാക്കി എടുക്കണം. ഒത്തിരി തിക്കായാലും കേക്ക് അത് ശരിയാകത്തില്ല. ബാക്കിയും കൂടി ചേർത്ത് നമുക്ക് ലൂസാക്കി എടുക്കാം. ഇനി ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് 1 ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചതും 1/2 ടീസ്പൂൺ
ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ അതിനകത്ത് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഞാൻ നേരത്തെ കേക്ക് ഉണ്ടാക്കുന്ന ടിന്നിനകത്ത് ബട്ടർ പേപ്പർ വെച്ച് ഞാൻ ഓയിലെല്ലാം തടവി ഇങ്ങനെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബാറ്റർ എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒഴിക്കുക. കണ്ടോ, ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നതാണ്. അതിനകത്തേക്ക് നമുക്ക് ഈ ബാറ്റർ പകർന്നിട്ട് ഒഴിക്കാം. മുഴുവൻ ബാറ്ററും അതിനകത്ത് ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ടാപ്പ് ചെയ്തെടുക്കണം. കാര്യം അതിനകത്ത് എക്സസ് ആയിട്ടുള്ള എയർ ബബിൾസ് ഒക്കെ പുറത്ത് പോകുന്നതിന് വേണ്ടിയാണ്. നല്ലവണ്ണം ടാപ്പ് ചെയ്ത് വെച്ച് നമുക്കൊരു 30 മുതൽ 35 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്ത് എടുക്കണം. കണ്ടോ, ബേക്ക് ചെയ്ത് എടുത്തിരിക്കുകയാണ്. നിങ്ങൾ നോക്കിക്കേ എത്ര സോഫ്റ്റാന്ന് നോക്കിയാൽ അത് നിൽക്കും. അങ്ങനെ പ്രസ് ചെയ്ത് നോക്കാം. കണ്ടോ, നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഹൈറ്റായിട്ടുള്ള നല്ലൊരു കേക്കാണ് ബനാന കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ എത്രമാത്രം സോഫ്റ്റാന്ന് നോക്കിയാൽ. ഞാനിതൊരു നൈഫ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, അത് നൈഫ് അങ്ങോട്ട് വെക്കുമ്പോൾ തന്നെ അത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് അങ്ങ് നല്ലോണം അങ്ങ് താന്നു പോവുകയാണ്. സോഫ്റ്റ് ആയതുകൊണ്ട് അത് തൊടുമ്പോൾ തന്നെ അതിങ്ങനെ അങ്ങോട്ട് കട്ടായി പോകും.